ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്ന പല അനുഭവങ്ങളും നമ്മളെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചേക്കാം. ഉദാഹരണത്തിന് ആദ്യ പ്രണയം, ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു ചുമതല, ആദ്യത്തെ വിജയം, ആദ്യത്തെ പരാജയം, ആദ്യത്തെ നഷ്ടം, ഇതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ജീവിതത്തിൽ ഒരാളുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നതിൽ ഈ ആദ്യ അനുഭവങ്ങളുടെ പങ്ക് എത്രത്തോളമുണ്ട്? ജീവിതത്തിൽ എല്ലാവർക്കും ആദ്യത്തെ അനുഭവങ്ങൾ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. കാരണം നമുക്ക് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് തന്നെ ഒരു പക്ഷേ വിരലെണ്ണാവുന്നതായിരിക്കാം. ഒരു 10, 20, 30, 50 ഒക്കെയാണ് നമ്മുടെ ആജീവനാന്ത് നോക്കിയാൽ ആദ്യത്തെ എന്ന് നമുക്ക് പറയാൻ. ആദ്യത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടിലും കുട്ടി ഉണ്ടാവുമ്പോഴും മാതാപിതാക്കളുടെ അമ്മയുടെ ഫീലിംഗ് എന്തായിരിക്കും? ആദ്യത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ ഇതെന്താവും, എങ്ങനെയായിരിക്കും വരിക, എന്ത് വേദനയായിരിക്കും ഉണ്ടാവുക, കുട്ടി ജനിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെ ഒത്തിരി നിരവധി ആധികളുണ്ട്. ബാക്കി പലർക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് എങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് ഒരു തരത്തിലും വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാര്യം മോഹമുണ്ട്, മനസ്സിൽ നല്ല മോഹമൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ആ അനുഭവങ്ങൾ അത് രണ്ടാമത് സംഭവിക്കുമ്പോൾ, രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ അവർക്ക് തോന്നിയെന്ന് വരില്ല. കാരണം ആദ്യത്തേതിൽ നിന്നുണ്ടായ പല കാര്യങ്ങളും അവർ വെൽ പ്ലാൻഡ് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കുറേയേറെ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള തോന്നൽ വരും. നമുക്കിതിൽ ഈ രീതിയിൽ മാറ്റം വരുത്താൻ തോന്നൽ വരും. ഇപ്പോൾ രണ്ടാമത് വരുന്നത് എല്ലാം ഒരു അപ്ഡേഷനാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു അപ്ഗ്രേഡേഷനാണ്. ഇത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അതെ. ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു പ്രണയം തോന്നുമ്പോൾ, ഒരു പ്രേമം തോന്നുമ്പോൾ, ആദ്യത്തെ ഒരു കുട്ടിയെ ഇഷ്ടം തോന്നുന്നു. ആ ഇഷ്ടം തോന്നുമ്പോൾ ആ കുട്ടിയോട് അത് പ്രകടിപ്പിക്കാൻ, അത് പറയാൻ, അത് സംസാരിക്കാനൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. രണ്ടാമത് അത് കഴിഞ്ഞു, അത് കുറെ കാലം പ്രണയിച്ചൊക്കെ കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് രണ്ടാമതൊരാളെ പ്രണയിക്കാൻ പോവുകയാണെങ്കിലോ എന്താന്ന് വെച്ചാൽ വരുന്നുണ്ട്, വളരെ പ്രിപ്പയർഡ് ആയിരിക്കും. വളരെ പ്രിപ്പയർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുക, എന്താണ് പെരുമാറുക ഒക്കെ നമ്മൾ ഒരു പ്രീ തോട്ടിൽ അല്ലെങ്കിൽ ഒരു മുൻവിധിയുടെ പുറത്ത് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഇത് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന എന്ത് കാര്യമായിട്ട്, നമ്മളൊരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക? കാരണം പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി ചോദിക്കുക, ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അനുഭവമില്ല. നമുക്ക് ആ ഒരു സംഭവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവാം, പ്രതീക്ഷിക്കാത്ത ബിഹേവിയർ വന്നിട്ടുണ്ടാവാം. അവിടെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്തു, എങ്ങനെ മാനേജ് ചെയ്തു, ഈ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാനിതങ്ങനെ മാനേജ് ചെയ്തു, എന്തെല്ലാം കാര്യത്തിൽ എനിക്ക് അബദ്ധം പറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെ പറ്റി. നമുക്ക് എത്ര പ്രാവശ്യം ഞാൻ ചെയ്തതിൽ എന്നുള്ള ഒരു വാക്ക് സ്വയം നമുക്ക് തോന്നുന്നുണ്ട്, അത്രയും പ്രാവശ്യം ആക്ച്വലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത്രയും പ്രാവശ്യം നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത സംഭവത്തിൽ നിന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പല പ്രാവശ്യം ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോഴും പല തരത്തിലുള്ള വന്ന് മാറി മാറി പോകുന്നത് ഒരു പക്ഷേ നമ്മൾ അറിയുക തന്നെയില്ല. എന്നാൽ നേരെ തിരിച്ച് ആദ്യത്തെ ഒരു വലിയ അല്ലെങ്കിൽ വലിയ ഒരു അച്ചീവ്മെൻറ്റോ അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. അതൊരിക്കലും നമുക്ക് മരണം വരെ നമുക്ക് മറക്കാൻ പറ്റുന്ന വരില്ല. അതാണ് ഈ ആദ്യമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ള അനുഭവം, പ്രണയമാവാം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്, ആദ്യത്തെ വിജയമാണെങ്കിൽ ചിലപ്പോൾ അത് വളരെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ആദ്യ പരാജയമാണെങ്കിലും, അതാണ് നമ്മൾ ആദ്യം ചോദിച്ചു വന്നത്, ഒരാളുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നതിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. ജീവിതത്തിൽ സത്യത്തിൽ ആദ്യം പരാജയമാണ് എങ്കിൽ നല്ലതും, ആദ്യം വിജയമാണെങ്കിൽ അത് അപകടവും ആണ് എന്ന് വേണ്ടി ചിലപ്പോൾ ചില സിറ്റുവേഷൻസെങ്കിലും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പരാജയങ്ങൾ വരുമ്പോൾ, കാരണം വേറുന്നുണ്ട്, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അത് നമ്മൾ ആ ഒരു ഏജിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാര്യം വളരെയധികം പ്ലാൻ ചെയ്തും വളരെയധികം വലിയ കോൺസെപ്റ്റിലെടുത്തും ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവരൊക്കെ പഠിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പരാജയം വരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ പഠിച്ചേ പറ്റില്ല. കാരണം ആ പരാജയം നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ ബാധ്യതയുണ്ട്. ആ പരാജയം വളരെ ഈസി ആയിരുന്നില്ല. ആ പരാജയം കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ ബാക്കിയുള്ള നമ്മുടെ കഴിവിനോടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഇവനെ കൊള്ളില്ലേ എന്നുള്ളൊരു ചോദ്യം സമൂഹം പറയും എന്നുള്ള ഒരു ചോദ്യം അവിടെ വരികയാണ്. അപ്പം അതിലൂടെ നമുക്ക് ആൻസർ ചെയ്തേ വരുള്ളൂ. ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ മാറുന്നത്,
കാരണം അവിടുന്ന് നമ്മൾ ആരംഭിക്കുന്നത് ആ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ്. ഒരു പ്രാവശ്യം മിസ്റ്റേക്ക് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തെറ്റ് പറ്റിയ കാര്യങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അബദ്ധം എന്നല്ല എന്ന് പറയുക, അതിന് അഹമ്മതി എന്നാണ് പറയുക. പക്ഷെ ആ പറ്റിയ അബദ്ധങ്ങളെ നമ്മൾ എന്താ പറയുക, നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാലോ വീണ്ടും നമുക്ക് വിജയമുണ്ട്. പക്ഷെ ആദ്യം തന്നെ വിജയിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ആദ്യമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാൾ, ആ ലോട്ടറി ഫസ്റ്റ് തന്നെ ഇങ്ങ് അടിച്ചു എന്ന് വിചാരിക്കുക. ഒക്കെ 10 കോടി രൂപ ആദ്യത്തെ ലോട്ടറി അടിച്ചു വയ്ക്കുക. ഇയാൾ എന്തായിരിക്കും ചെയ്യുക? കാരണം എൻ്റെ ഭാഗ്യം എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ എപ്പോൾ ചെന്നാലും കിട്ടും. അയാൾ അടുത്ത ദിവസം തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലക്ഷം റുപ്യക്ക് പോയി ലോട്ടറി എടുക്കും. അതിൻ്റെ പിറ്റേ ദിവസം അതിനിരട്ടിയിട്. ഇയാൾ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ആദ്യം കിട്ടിയ ആ വിജയം ഇല്ലാതെയാക്കാൻ വഴിയുണ്ട്. കാരണം എടുത്ത സംഭവത്തിനകത്ത് ആദ്യം നമ്മൾ എടുക്കുന്ന സാധനത്തിനകത്തും ഇന്ന് മുമ്പോട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സാധനം അല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു സാധനം അവിടെ ഇല്ല എങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മൾ വളരെയധികം വളർച്ച വരികയാണെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചിലരെ സംബന്ധിച്ചോളം അത് വളരെ പോസിറ്റീവായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കിട്ടിയ വിജയമായിരിക്കാം. അവരതിൽ നിന്ന് വേർന്നുണ്ട്. ആ ഒരു വിജയം ആ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് മാത്രം എടുത്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെല്ലാം രക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഇതാണ് ആദ്യത്തെ നമ്മുടെ ഒരനുഭവം. ആദ്യം നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ വീഴ് തന്നെ വീണം. കുട്ടിയാണെങ്കിൽ തന്നെ ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ 2 പ്രാവശ്യം വീണ് കഴിയുമ്പോൾ പിന്നെ ആ കുട്ടി വീഴാറില്ല. കാരണം വീഴാതിരിക്കണ കാരണം എന്താ വെച്ചാൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം ആ കുട്ടി അതൊക്കെ ആലോചിക്കാറുണ്ട്. അത് തന്നെയുള്ളൂ ഈ ജീവിതത്തിലുള്ള ഓരോ ക്രമങ്ങളും. ഏത് പ്രായത്തിലായാലും ആദ്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ തോന്നാറുണ്ട്. അപ്പോൾ ഹരിയുടെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് ചോദിച്ചാൽ, ഇപ്പോഴും എന്തെങ്കിലും ആദ്യമായിട്ട് പുതിയൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഹരിക്ക് ടെൻഷൻ അനുഭവപ്പെടാറുണ്ടോ? ടെൻഷൻ സ്വാഭാവികമാണ്. കാരണം വരുന്നുണ്ട്. അത് പുതിയതായിട്ടൊരു കാര്യം ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ പുതിയതൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമോ അതിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയോ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും. കാരണം ഇന്നലെ ഞാൻ 30 വർഷമായി അല്ലെങ്കിൽ ഞാൻ 35 വർഷമായി ഞാൻ ഇതേ തൊഴിൽ ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. 35 വർഷം ഞാൻ മുമ്പ് തൊഴിൽ ചെയ്തു, 35 വർഷമായിട്ട് ഞാൻ ഇത്രയും കാര്യം ചെയ്തു. അന്ന് ഓരോ പ്രാവശ്യവും എൻ്റെ മുമ്പിൽ വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഞാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമെന്ന കാര്യം മാത്രമെങ്കിൽ എൻ്റെ വർക്കിന് അവിടെ പ്രസക്തിയുള്ളൂ. അപ്പം ഇന്നലെ ഞാൻ ചെയ്ത പോലെ തന്നെ ഇന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നാളെ എന്നെ ആവശ്യമില്ലാതെയാവും. ഇന്നത്തെ മുമ്പിലുള്ള ആൾക്കാരുടെ ആവശ്യം ഉണ്ടാവണം, ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടാവണം. അപ്പം ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ ഇന്നലത്തെ രീതിയിൽ നിന്ന് ഒത്തിരി മാറ്റം വരുത്തിയിട്ടാവും ഞാൻ ഇന്ന് ചെയ്യുക. അവിടെ സ്വാഭാവികമായിട്ട് എനിക്ക് ടെൻഷനുണ്ട്. കാരണം ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കാരണം ഇന്നൊരു ദിവസം കൊണ്ട് ഇന്നലത്തെ 35 വർഷത്തെ എൻ്റെ ജീവിതം ഇന്ന് അവസാനിക്കുക എന്നുള്ള സാധനം ഒരിക്കലും ഒരു സുഖമുള്ള കാര്യമല്ല. ഇന്നലെ എന്തുമാത്രം നല്ല കാര്യം നമ്മൾ ചെയ്തിരുന്നു, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇന്ന് നമുക്ക് എന്ത് കൊടുക്കുന്നു, നാളെ നമ്മളെ കൊണ്ട് കൂടുതൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കാരണം നമ്മളെ ഒരാൾ എങ്ങനെയാണ് പ്രതീക്ഷിച്ച് വിളിക്കുന്നത്? ഇന്ന് നമ്മുടെ ഒരു പെർഫോമൻസ് കാണും. ഇപ്പോൾ ഒരു സിനിമാ നടനെയോ അല്ലെങ്കിൽ സിനിമാ നടിയോ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അയാൾ ചോദിക്കുന്ന, അയാൾ പറയുന്നു എനിക്ക് 1 കോടി റുപ്യ വേണം, 2 കോടി റുപ്യ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സിനിമാ നടനെയോ വിളിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് വരുന്നു. കാരണം അയാൾ മുൻപുള്ള സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പൈസ ഒക്കെ അഡ്വാൻസ് കൊടുത്ത് ഇവിടെ വന്നിട്ട് അയാൾ അഭിനയിക്കുന്നത് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ നിൽക്കുക. ഇതോടുകൂടി സത്യത്തിൽ രണ്ടുപേരുടെ ലൈഫും പോവുക. വിളിച്ചയാളുടെ ലൈഫും പോവുകയാണ്, ആ നടൻ്റെ ലൈഫും പോവുകയാണ്. ഞാൻ പണ്ട് ഒത്തിരി പടം ചെയ്തിട്ടില്ല, ഇത് ഒരെണ്ണല്ലേ മോശമായുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥമുള്ളത്? കാരണം ലൈഫിൽ ഈ പറഞ്ഞ പോലെയാണ്, എപ്പോഴും ബെസ്റ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നലെ എന്നുള്ള സാധനത്തിന് അത് ഇന്നലെ നമ്മുടെ മാത്രമാണ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇത്രയും പറ്റിയത് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കണം. പക്ഷേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ശരിയാണ്, കഴിഞ്ഞ 35 വർഷമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ എത്തി. പക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മളെക്കാളും വളരെ ഫാസ്റ്റാണ്. നമ്മൾ 35 വർഷം കൊണ്ട് ഇവിടെ എത്തിയ സമയം കൊണ്ട് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ഇനി ഒരു 15 വർഷം മുമ്പിലേക്ക് കയറിയാണ് ഓടുന്നത്. അവർക്ക് പാകത്തിൽ നമ്മുടെ ചിന്ത മാറ്റിയില്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു സ്പീഡും ചിന്തയും ഒക്കെ എപ്പോഴും നമുക്ക് ഒരു ടെൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മുടെ മുമ്പിൽ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ വാങ്ങാനും ആളുകളില്ല എങ്കിൽ നമ്മൾ വേസ്റ്റ് ആവുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.